പഠിക്കാനുള്ളത് സെക്കൻഡ് മൊഡ്യൂൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനകത്തുള്ള ടോപ്പിക്കാണ് കോൺക്രീറ്റ്. നമ്മൾ സിമെൻറ്റിനെ പറ്റി പറഞ്ഞായിരുന്നു. സിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബൈൻഡിങ് മെറ്റീരിയലാണെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കണ്ടിട്ടുള്ളതുപോലെ തന്നെ കേട്ടിട്ടുള്ളതുപോലെ തന്നെ നമ്മുടെ ഒരു സ്ട്രക്ചറിനകത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലോഡ് ക്യാരിങ് സംഭവമാണ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും സൈക്കിളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബൈ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ കോൺക്രീറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് ബൈൻഡിങ് മെറ്റീരിയൽ, അഗ്രിഗേറ്റ് ആൻഡ് വാട്ടർ. ബൈൻഡിങ് മെറ്റീരിയൽ എന്ന് പറയുന്നത് സിമെൻറ്റോ ലൈമോ അങ്ങനെയുള്ള സംഭവങ്ങൾ എന്തെങ്കിലും ആക്കാം. അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് കോസ് അഗ്രിഗേറ്റും ഫൈൻ അഗ്രിഗേറ്റും വരും. കോസ് അഗ്രിഗേറ്റും ഫൈൻ അഗ്രിഗേറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൈറ്റ് 4.75 mm കുറവുള്ളത് ഫൈനും കൂടുതലുള്ളത് കോസ് അഗ്രിഗേറ്റും. അപ്പം അഗ്രിഗേറ്റ്സ് ലൈക്ക് സാൻഡ് ആൻഡ് ബ്രോക്കൺ സ്റ്റോൺ. സാൻഡ് എന്ന് പറയുന്നത് ഫൈൻ അഗ്രിഗേറ്റും ബ്രോക്കൺ സ്റ്റോൺ എന്ന് പറയുന്നത് കോസ് അഗ്രിഗേറ്റുമാണ്. വാട്ടർ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് കോൺക്രീറ്റിലുള്ളത്. അപ്പം ഇതെല്ലാം കൂടി ഒരു സ്യൂട്ടബിൾ ഇതിൽ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സിമെൻറ്റ് ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സിമെൻറ്റ് ഓർ ബൈൻഡിങ് മെറ്റീരിയലാണ്. സാധാരണയായിട്ട് നമ്മൾ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എന്താണോ ആവശ്യം അതനുസരിച്ച് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിമെൻറ്റ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്കറിയാം റാപ്പിഡ് ഹാർഡനിങ് സിമെൻ്റ് ഉണ്ട്, റാപ്പിഡ് സെറ്റിംഗ് സിമെൻ്റ് ഉണ്ട്, ക്വിക്ക് സെറ്റിംഗ് സിമെൻ്റ് ഉണ്ട്, അങ്ങനെയുള്ള കുറേ സിമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ എന്താണോ നമുക്ക് ആ സൈറ്റിലെ നെസസിറ്റി അതനുസരിച്ചായിരിക്കും നമ്മൾ ഈ സിമെൻറ്റ് വേണമെന്ന് ചൂസ് ചെയ്യുന്നത്. ഇനി അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റിലെ ഏറ്റവും കൂടുതൽ പോർഷൻ എന്ന് പറയുന്നത് അഗ്രിഗേറ്റാണ്. അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഫൈൻ അഗ്രിഗേറ്റും ഉണ്ട്, കോസ് അഗ്രിഗേറ്റും ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് ഹാർഡ് ആയിരിക്കണം, ഡ്യൂറബിൾ ആയിരിക്കണം, ക്ലീൻ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഡിസൈറബിൾ ആയിട്ടുള്ള റിസൾട്ട്സ് കിട്ടത്തുള്ളൂ. ഇനി വാട്ടർ നമ്മൾ ആഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ സിമെൻറ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു, സിമെൻറ്റ് വാട്ടറുമായിട്ട് ചേർന്നാൽ മാത്രമേ അതൊരു ഹാർഡ് സോളിഡ് മാസ് ആവത്തുള്ളൂ, അതായത് ഹൈഡ്രേഷൻ പ്രോസസ്സ് നടക്കത്തുള്ളൂ. സെയിം തന്നെയാണ് ഇവിടെയും. ഹൈഡ്രേഷൻ പ്രോസസ്സ് നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നത്? വാട്ടർ ആഡ് ചെയ്യുന്നത്. ഇനി ഗ്രേഡ്സ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞായിരുന്നു, കോൺക്രീറ്റ് എന്ന് പറയുന്നത് സിമെൻറ്റും അഗ്രിഗേറ്റും വാട്ടറും ചേർന്നതാണ്. അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് ഫൈൻ അഗ്രിഗേറ്റും ഉണ്ട്, കോസ് അഗ്രിഗേറ്റും ഉണ്ട്. അപ്പോൾ ഈ ഗ്രേഡ്സ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊക്കെ പ്രൊപ്പോർഷനിലാണ് സിമെൻറ്റ് ചേർക്കുന്നത്, ഫൈൻ അഗ്രിഗേറ്റ് ചേർക്കുന്നത്, കോസ് അഗ്രിഗേറ്റ് ചേർക്കുന്നത്, അതിൻ്റെ ഒരു പ്രൊപ്പോർഷനാണ് നമ്മൾ ഗ്രേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ M5 ഗ്രേഡ് മിക്സ് 5 എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷൻ 1:5:10 എന്നതിൻ്റെ മീനിങ് ഇപ്പോൾ നമ്മളൊരു 1 ബാഗ് സിമെൻറ്റ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കൊട്ട സിമെൻറ്റ് എടുക്കുകയാണെങ്കിൽ 5 കൊട്ട ഫൈൻ അഗ്രിഗേറ്റും 10 കൊട്ട കോസ് അഗ്രിഗേറ്റും. അതായത് ഒരു കൊട്ട സിമെൻറ്റ് എടുക്കുകയാണെങ്കിൽ 5 കൊട്ട മണലും 10 കൊട്ട മെറ്റലും വേണം. അപ്പം എന്നാലേ നമ്മൾ M5 ഗ്രേഡ് ആകത്തുള്ളൂ. അപ്പോൾ അതായത് നമ്മൾ ഗ്രേഡിന് ഓരോ സ്പെസിഫിക്കേഷൻ ഉണ്ട്. ഈ 5 എന്ന് പറഞ്ഞാൽ ഈ M5-നകത്ത് 5 ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ 28 ഡേയിൽ നമ്മൾ നമ്മൾ ആദ്യം ഒരു കോൺക്രീറ്റ് വെച്ചൊരു ക്യൂബ് ഉണ്ടാക്കും. ഈ 1:5:10 പ്രപ്പോർഷനിൽ ഒരു ക്യൂബ് ഉണ്ടാക്കിയിട്ട് അതിനെ നമ്മൾ 28 ഡേ ക്യൂർ ചെയ്തിട്ട് നമ്മൾ കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീൻ വെച്ച് ചെയ്യുമ്പോൾ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് മിനിമം 5 Nm/mm² കിട്ടുകയാണെങ്കിൽ നമ്മളതിനെ M5 ഗ്രേഡ് കോൺക്രീറ്റ് എന്ന് പറയത്തുള്ളൂ. അതിന് മിക്സിനാണ് M എന്ന് പറയുന്നത്. 5 എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് ആണ്. 5 കംപ്രസീവ് സ്ട്രെങ്ത് കിട്ടണമെങ്കിൽ നമ്മൾ പ്രൊപ്പോർഷൻ എന്ത് കൊടുക്കണം എന്നാണ് പറയുന്നത്? 1:5:10. സാധാരണ അത് യൂസ് ചെയ്യുന്നത് മാസ് കോൺക്രീറ്റ് വർക്കിംഗ്, സ്ട്രോങ് വാൾസിനും ഫൗണ്ടേഷനും ഒക്കെയാണ് M5 യൂസ് ചെയ്യുന്നത്. M7.5 എന്ന് പറഞ്ഞാൽ മിക്സ് M7.5 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താ? മിക്സ് 7.5 മീൻസ് കംപ്രസീവ് സ്ട്രെങ്ത് 1:4:8. അതായത് 1% സിമെൻറ്റ്, 4% കോസ് അഗ്രിഗേറ്റ് ആൻഡ് 4% ഫൈൻ അഗ്രിഗേറ്റ് ആൻഡ് 8% ഓഫ് കോസ് അഗ്രിഗേറ്റ്. അപ്പോൾ അത് മാസ് കോൺക്രീറ്റ് വർക്കിനാണ് യൂസ് ചെയ്യുന്നത്. M10 എന്ന് പറഞ്ഞാൽ 1:3:6 മീനിങ് 1% ഓഫ് സിമെൻറ്റ്, 3% ഓഫ് ഫൈൻ അഗ്രിഗേറ്റ് ആൻഡ് 6% ഓഫ് കോസ് അഗ്രിഗേറ്റ്. അതിൻ്റെ യൂസസ് എന്ന് പറഞ്ഞാൽ മാസ് കോൺക്രീറ്റ് വർക്കിലും ലൈക്ക് റീറ്റെയിനിങ് വാൾസ് ആൻഡ് ഫ്ലോറിങ്സിലാണ് യൂസ് ചെയ്യുന്നത്. ഈ M15 എന്ന് പറഞ്ഞാൽ 1:2:4, അതായത് 1% സിമെൻറ്റ്, 2% ഫൈൻ അഗ്രിഗേറ്റ് ആൻഡ് 4% കോസ് അഗ്രിഗേറ്റ്. അത് പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് വർക്ക്സിനാണ് യൂസ് ചെയ്യുന്നത്. ഇനി M20 കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ 1:1.5:3 RCC വർക്ക്, റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് വർക്കിനാണ് യൂസ് ചെയ്യുന്നത്.
M25 1:1:2 വാട്ടർ റിട്ടേണിംഗ് സ്ട്രക്ചേഴ്സിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനിയുള്ളത് M30 M35. നമ്മൾ ഈ M25 മുകളിലോട്ടുള്ള മിക്സിനെയല്ല നമ്മൾ പറയുന്നത് ഡിസൈൻ മിക്സ് എന്നാണ് പറയുന്നത്. ഡിസൈൻ മിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് കറക്റ്റായിട്ടൊരു പ്രൊപ്പോർഷൻ പറയാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സിമെൻറ്റിൻ്റെയും ഫൈൻ അഗ്രിഗേറ്റിൻ്റെയും കോഴ്സ് അഗ്രിഗേറ്റിൻ്റെയും ഇത് വെച്ചിട്ട് നമ്മൾ ഏത് പ്രൊപ്പോർഷനാണെന്ന് ആ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കണ്ടുപിടിക്കുക ചെയ്യുന്നത്. അങ്ങനെയുള്ളതാണ് ഡിസൈൻ മിക്സ്. നമ്മൾ അഡീഷണലായിട്ട് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അതിന് ഹെവി ലോഡ് RC കോളംസിനും പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് വർക്ക്സിനും ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. M80 M100 വരെയുള്ളത്. അതായത് ഈ മിക്സിൻ്റെ ഗ്രേഡ് കൂടുന്തോറും അതിൻ്റെ സ്ട്രെങ്ത് കൂടിക്കൊണ്ടിരിക്കുക. കാരണം എന്താ, അതിനകത്ത് ഈ 30-35 തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് ആണ്. ഇനി പ്രോസസ് ഓഫ് കോൺക്രീറ്റ്. നമ്മൾ കോൺക്രീറ്റിങ്ങിൽ എന്തൊക്കെ പ്രോസസ്സിങ്, അതായത് എന്തൊക്കെ പ്രോസസ്സിങ് വഴിയാണ് കോൺക്രീറ്റിങ് ചെയ്യുന്നത്. അതിനകത്ത് മെയിൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ബാച്ചിങ്, മിക്സിങ്, പ്ലേസിങ്, കോമ്പാക്റ്റിങ്, ക്യൂറിങ് ഇത്രയും ആണുള്ളത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ബാച്ചിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം കോൺക്രീറ്റ് വേണമെങ്കിൽ സിമെൻറ്റും ഫൈൻ അഗ്രിഗേറ്റും കോഴ്സ് അഗ്രിഗേറ്റും വേണം. അതൊരു സ്യൂട്ടബിൾ പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്താൽ മാത്രമേ ഇതാവത്തുള്ളൂ, അല്ലേ, ഗ്രേഡ് കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കറക്റ്റ് ക്വാണ്ടിറ്റി ഓഫ് ഈ പ്രൊപ്പോർഷൻ മിക്സ്ചർ കോൺക്രീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മെഷർ ചെയ്യുന്നതിന് സിമെൻറ്റും അഗ്രിഗേറ്റും വാട്ടറും ഒക്കെ മെഷർ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ബാച്ചിങ്. അതിനെ വോളിയം ബാച്ചിങ്, വെയിറ്റ് ബാച്ചിങ് 2 ടൈപ്പ് ഉണ്ട്. വോളിയം ബാച്ചിങ്ങും വെയിറ്റ് ബാച്ചിങ്ങും. വോളിയം ബാച്ചിങ് എന്ന് പറഞ്ഞാൽ വോളിയം ബേസ് ചെയ്തിട്ടായിരിക്കും. ഇത്ര വോളിയം ഓഫ് സിമെൻറ്റ്, ഇത്ര വോളിയം ഓഫ് ഫൈൻ അഗ്രിഗേറ്റ്, ഇത്ര വോളിയം ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ്, ഇത്ര വോളിയം ഓഫ് വാട്ടർ. വെയിറ്റ് ബാച്ചിങ് എന്ന് പറയുമ്പോൾ വെയിറ്റ് ആയിരിക്കും. ഇത്ര കിലോഗ്രാം ഓഫ് സിമെൻറ്റ്, ഇത്ര കിലോഗ്രാം ഓഫ് ഫൈൻ അഗ്രിഗേറ്റ്, ഇത്ര കിലോഗ്രാം ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ്, അങ്ങനെ ആയിരിക്കും. അപ്പോൾ 2 രീതി വേണമെങ്കിൽ നമുക്ക് ബാച്ചിങ് ചെയ്യാം. അപ്പോൾ ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മിക്സിങ്. അപ്പോൾ നമ്മൾ ഈ സാധനങ്ങളെല്ലാം കറക്റ്റ് അളവിൽ മെഷർ ചെയ്തെടുത്തു. ഇനി നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ അതിനെ മിക്സ് ചെയ്യണം. മിക്സിങ് എന്തിനു വേണ്ടിയിട്ടാണ്? അതിനെ നമ്മൾ കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ് കറക്റ്റായിട്ട് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിക്സിങ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. മിക്സിങ് ബൈ ഹാൻഡ് ചെയ്യാൻ പറ്റും, ബൈ മെഷീനും ചെയ്യാൻ പറ്റും. നമുക്ക് ഹാൻഡ് നിങ്ങൾ കണ്ടിട്ടില്ലേ, കുഴയ്ക്കുന്ന കണ്ടിട്ടില്ലേ? അതായത് മെഷീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഡ്രം മിക്സറിൽ നമ്മൾ ഈ ഒരു കറങ്ങുന്ന സാധനം നമുക്ക് സൈഡിലൊക്കെ കാണാൻ പറ്റും. അതാണ് ബൈ മെഷീൻ. എപ്പോഴും മിക്സിങ് ബൈ മെഷീൻ ആയിരിക്കും നല്ല കണ്ടിന്യൂസ് ബാലൻസ് കണ്ടിന്യൂസ്. ഇനി പ്ലേസിങ് എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റിനെ നമുക്ക് ഏത് ഷേപ്പിലാണോ സൈസിലാണോ വേണ്ടത് അവിടെ പ്ലേസ് ചെയ്തതിനെയാണ് പ്ലേസിങ് എന്ന് പറയുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ടോ, നിങ്ങളൊരു തട്ടടിക്കുക എന്ന് പറയത്തില്ല, അതാണ് ഒരു തട്ടിൻ്റെ മണ്ടയ്ക്കായിരിക്കും നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നത്. തട്ടടിക്കുക എന്ന് തന്നെ പറയുന്ന പേരാണ് ഫോം വർക്ക്. അപ്പോൾ നമ്മൾ പ്ലേസിങ്ങിനകത്ത് വരുന്നത്, നമ്മൾ ആദ്യം ഫോം വർക്ക് നമ്മൾ ഇറക്റ്റ് ചെയ്യും. ഇറക്റ്റ് ചെയ്തതിനകത്ത് കമ്പിയൊക്കെ വെക്കണമെങ്കിൽ കമ്പിയൊക്കെ ഡിസൈഡ് ഷേപ്പിലൊക്കെ വെക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും കോൺക്രീറ്റ് പ്ലേസ് ചെയ്യുന്നത്. പ്ലേസ് ചെയ്ത കോൺക്രീറ്റ് നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് അതിനെ കോമ്പാക്റ്റ് ചെയ്യണം. കോമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ അതിനെ ഇടിക്കണം. ഇടയ്ക്ക് നമുക്ക് വോയിഡ്സ് കാണല്ലോ. അപ്പം ഫ്രഷ്ലി ലെയ്ഡ് കോൺക്രീറ്റിലെ എയർ വോയിഡ്സ് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് കോമ്പാക്ഷൻ. അപ്പോൾ കോമ്പാക്ഷൻ എന്ന് പറയുന്നത് ബിറ്റ്വീൻ അഗ്രിഗേറ്റ് ആൻഡ് റീഇൻഫോഴ്സ്മെൻറ്റ്, അഗ്രിഗേറ്റ്സ് ആൻഡ് ഫോം വർക്കിംഗ് നമ്മൾ കോമ്പാക്ഷൻ നടത്തും. അപ്പോൾ നമുക്ക് കറക്റ്റ് വെൽ പാക്ഡ് ആയിട്ടുള്ളൊരു സംഭവം നമുക്ക് ആഫ്റ്റർ കോമ്പാക്ഷൻ നമുക്ക് കിട്ടുന്നതായിരിക്കും. 2 ടൈപ്പ് കോമ്പാക്ഷനാണുള്ളത്, ഹാൻഡ് കോമ്പാക്ഷനും മെഷീൻ കോമ്പാക്ഷൻ. ഹാൻഡ് കോമ്പാക്ഷൻ എന്തായാലും നമുക്കറിയാം, അത് നല്ലതായിട്ട് കോമ്പാക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് അൺഇമ്പോർട്ടൻറ്റ് വർക്ക്സിനായിരിക്കും ഹാൻഡ് കോമ്പാക്ഷൻ നടത്തുന്നത്. നല്ല ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കിന് മെഷീൻ കോമ്പാക്ഷൻ, അതായത് വൈബ്രേറ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഫോം വർക്ക്. കോളത്തിൻ്റെ ഫോം വർക്കും സ്ലാബിൻ്റെ ഫോം വർക്കുമാണ് ഈ കാണിച്ചേക്കുന്നത്. എന്നിട്ട് റീഇൻഫോഴ്സ്മെൻറ്റും കറക്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഫസ്റ്റ് ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഹാൻഡ് കോമ്പാക്ഷൻ, ഹാൻഡ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. രണ്ടാമത്തേത് മെഷീൻ കോമ്പാക്ഷൻ, പമ്പ്ഡ് കോൺക്രീറ്റ്. അപ്പോൾ അതിനകത്ത് തന്നെ വൈബ്രേറ്റേഴ്സും ഉണ്ട്. പമ്പ് അല്ലാതെ വൈബ്രേറ്റേഴ്സാണ്. വൈബ്രേറ്റേഴ്സ് നമ്മളിങ്ങനെ ഷേക്ക് ആകുമ്പോൾ അത് കറക്റ്റായിട്ട് അത് കോമ്പാക്റ്റ്. ഇനി ക്യൂറിങ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ കോൺക്രീറ്റ് ആദ്യം ബാച്ച് ചെയ്തു, മിക്സ് ചെയ്തു, പ്ലേസ് ചെയ്തു, കോമ്പാക്ട് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ക്യൂറിങ്. നമുക്കറിയാം കോൺക്രീറ്റിന് അതിൻ്റെ സ്ട്രെങ്ത് കിട്ടണമെങ്കിൽ ഹൈഡ്രേഷൻ പ്രോസസ്സ് നടക്കണം. ഹൈഡ്രേഷൻ പ്രോസസ്സ് വേണമെങ്കിൽ വാട്ടറിൻ്റെ പ്രസൻസിൽ ഹൈഡ്രേഷൻ നടക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ കോൺക്രീറ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടും അതിന് ഇത്ര സമയത്ത് നമ്മൾ വെള്ളം കൊടുത്താൽ മാത്രമേ അതിന് നടക്കത്തുള്ളൂ, ഹൈഡ്രേഷൻ പ്രോസസ്സ് കറക്റ്റായിട്ട് നടക്കത്തുള്ളൂ. അപ്പം ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ക്യൂറിങ്.
അപ്പോൾ ക്യൂറിങ് നിങ്ങൾ വീടിൻ്റെ ഈ ടെറസൊക്കെ കെട്ടുന്നതൊക്കെ റൂഫൊക്കെ കെട്ടുന്നിടത്ത് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ഇത് നമ്മൾ തട്ടൊക്കെ തിരിച്ചിടും. അതായത് എന്നിട്ട് വെള്ളം നമ്മൾ പറയും 7 ദിവസം 14 ദിവസമൊക്കെ നമ്മൾ വെള്ളം ഒഴിക്കണം എന്ന് പറയും. അതായത് നമ്മൾ കോൺക്രീറ്റിനെ സ്ട്രെങ്ത് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സഫിഷ്യൻറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ ഹൈഡ്രേഷന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുക, കോൺക്രീറ്റിനെ സൺലൈറ്റിൽ നിന്നും വിൻഡിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുക, ഡ്യൂറബിലിറ്റിയും ഇംപെർമബിലിറ്റിയും കൂട്ടുക, ഷ്രിങ്കേജ് കുറയ്ക്കുക, വെതറിങ് റെസിസ്റ്റൻസ് കൂട്ടുക. ഇതൊക്കെയാണ് ക്യൂറിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്. അതിന് മെത്തേഡ്സ് ഓഫ് ക്യൂറിങ് നമുക്ക് വേണമെങ്കിൽ വാട്ടർ ക്യൂറിങ് ചെയ്യാം, വെള്ളം കുറവാണെങ്കിൽ സ്കിൻ ക്യൂറിങ് ചെയ്യാം, മെംബ്രെയിൻ ക്യൂറിങ് ചെയ്യാം, മിസ്ലേനിയസ് മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇതിൽ കാണുന്നതാണ് വാട്ടർ ക്യൂറിങ്. നമ്മൾ കോൺക്രീറ്റ് ഇങ്ങനെ തട്ട് തിരിച്ചിടും, അതിനകത്തോട്ട് വെള്ളം ഒഴിച്ചിടും, പിറ്റേ ദിവസം വന്നിട്ട് നമ്മൾ ഇതുപോലെ തന്നെ വെള്ളം നിറച്ചിടും, അപ്പോൾ അത് ഹൈഡ്രേഷൻ ആകുന്നുള്ളൂ. ഈ സെക്കൻഡ് ക്യൂറി കാണുന്നത് മെംബ്രെയിൻ ക്യൂറിങ്. അതായത് നമ്മളൊരു ചാക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു വാട്ടർ അബ്സോർബ് ആയിട്ടുള്ള സാധനം ഇട്ട് അത് നനച്ചു കൊടുക്കും. വെള്ളം കുറവാണെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് മെംബ്രെയിൻ ക്യൂറിങ്. അതുപോലെ കോളം പില്ലേഴ്സൊക്കെ ഇല്ലേ, പില്ലറിലൊക്കെ നമ്മൾ ചാക്ക് അല്ലെങ്കിൽ വാഴയൊക്കെ കെട്ടിവെക്കും, വാഴയുടെ ഇലയൊക്കെ കെട്ടിവെക്കും. അപ്പോൾ മെംബ്രെയിൻ വെള്ളം അവിടെ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ മൂന്നാമത്തെ ഫിഗറാണ് ബീം ക്യൂറിങ്. ഇനി നമ്മൾ ഇതിനകത്തൊരു മെയിൻ ടേമാണ് വർക്കബിലിറ്റി. വർക്കബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കോൺക്രീറ്റ് മിക്സ് ചെയ്ത് പ്ലേസ് ചെയ്ത് കോമ്പാക്ട് ചെയ്ത് ക്യൂർ ചെയ്തില്ല. അപ്പോൾ ഈ പ്രോസസ്സ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഈസിനെസ്സിനെ പറയുന്ന പേരാണ് വർക്കബിലിറ്റി. അപ്പോൾ വർക്കബിൾ കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കോൺക്രീറ്റ് മിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും, ട്രാൻസ്പോർട്ട് ചെയ്യാനും പ്ലേസ് ചെയ്യാനും കോമ്പാക്ട് ചെയ്യാനും ഈസിയസ്റ്റ്. അതാണ് അതിൻ്റെ വർക്കബിലിറ്റി എന്ന് പറയുന്നത്. ഇനിയുള്ള 2 ടേമാണ് സെഗ്രിഗേഷൻ ആൻഡ് ബ്ലീഡിങ്. സെഗ്രിഗേഷൻ ആൻഡ് ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റിനകത്ത് ഒത്തിരി വെള്ളം ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഒത്തിരി വെള്ളമായിപ്പോയാൽ എന്ത് സംഭവിക്കും? കോസഗ്രിഗേറ്റ്, അതായത് കല്ലെന്ന് പറഞ്ഞാൽ താന്നിരിക്കും അല്ലേ, അടിയിൽ വന്ന് അടിഞ്ഞിരിക്കും, വെള്ളം മുകളിൽ കിടക്കും. അപ്പോൾ അങ്ങനെ ആ വെള്ളം സെപ്പറേറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ബ്ലീഡിങ്. കോസഗ്രിഗേറ്റ് സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് RCC ആണ് യൂസ് ചെയ്യുന്നത്.